500 വർഷം മുമ്പ് കടലിൽ മുങ്ങിയ കപ്പൽ മരുഭൂമിയിൽ ഉള്ളിൽ നിറയെ സ്വർണവും വെള്ളിയും. ആഫ്രിക്കയിലെ നമീബ് മരുഭൂമിയെക്കുറിച്ച് കേൾക്കാത്തവർ വളരെ ചുരുക്കമാണ്. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഇവിടെ കൗതുകവും ദുരൂഹവുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മരുഭൂമിയിൽ നിന്നാണ് സ്വർണം നിറച്ച കപ്പൽ കണ്ടെത്തിയത്. ഏകദേശം 500 വർഷങ്ങൾ മുമ്പ് കടലിൽ മുങ്ങിപ്പോയ പോർച്ചുഗീസ് ബോം ജീസസ് എന്ന കപ്പലാണിത്. 2008 വജ്ര ഖനി തൊഴിലാളികളാണ് ആദ്യമായി ഈ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. 1533 മാർച്ച് 7 പോർച്ചുഗലിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടതായിരുന്നു ഈ കപ്പൽ ബോം ജീസസ്. കടലിൽ വെച്ച് കാണാതായ ബോം ജീസസ് വെറും ഒരു കപ്പൽ മാത്രമായിരുന്നില്ല, അതൊരു നിധിശേഖരം കൂടിയായിരുന്നു. കപ്പലിനുള്ളിൽ ഏകദേശം 2000 സ്വർണ്ണ നാണയങ്ങൾ, വെള്ളി, ആനക്കൊമ്പ്, ചെമ്പ് കഷ്ണങ്ങൾ എന്നിവയുണ്ടായിരുന്നുവെന്നാണ് വിവരം. 16-ാം നൂറ്റാണ്ടിൽ ആഫ്രിക്ക, യൂറോപ്പ്, ഇന്ത്യ എന്നിവിടങ്ങളിലുമായി പോർച്ചുഗൽ നടത്തിയ വ്യാപാരത്തിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ കപ്പൽ. ശക്തമായ ഒരു കൊടുങ്കാറ്റ് മൂലമാകാം കപ്പൽ തകർന്നത്. പിന്നാലെ കപ്പൽ തീരത്തേക്ക് അടിഞ്ഞെന്നും നൂറ്റാണ്ടുകളായി മരുഭൂമിയിലെ മണലിൽ അടിയിൽ പുതഞ്ഞു പോയെന്നുമാണ് റിപ്പോർട്ട്. മരുഭൂമിയിലെ വരണ്ട കാലാവസ്ഥയും മണലും നൂറ്റാണ്ടുകളോളം കപ്പലിനുള്ളിലെ സാധനങ്ങളെ നശിക്കാതെ സംരക്ഷിച്ചു. നിധിശേഖരം മാത്രമല്ല, ചരിത്രം കൂടിയാണ്. കപ്പൽ വെറുമൊരു നിധിശേഖരം മാത്രമല്ല, ചരിത്രപരമായ നിരവധി വിവരങ്ങളും ഇത് നൽകുന്നു. യൂറോപ്പും ആഫ്രിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളാണ് ഈ കപ്പൽ സൂചിപ്പിക്കുന്നത്. പോർച്ചുഗീസ് രാജാവായ ജോവോ മൂന്നാമൻ്റെ കാലഘട്ടത്തിലെ നാണയങ്ങളാണ് കപ്പലിൽ നിന്ന് കണ്ടെത്തിയത്. കപ്പൽ പോർച്ചുഗീസിൻ്റെതാണെങ്കിലും അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് കപ്പൽ അപകടം നടന്നത് നമീബിയയുടെ അതിർത്തിയിലായതിനാൽ അതിൻ്റെ ഉടമസ്ഥാവകാശം നമീബിയക്കാണ്. ഇതിലെ നിധികൾക്ക് ഒരു വിധത്തിലുള്ള അവകാശവാദവും പോർച്ചുഗലിന് ഉന്നയിക്കാൻ കഴിയില്ല. നമീബ് മരുഭൂമി തെക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ അറ്റ്ലാന്റിക് തീരത്തോട് ചേർന്നാണ് നമീബ് മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള മരുഭൂമി എന്നാണ് നമീബ് മരുഭൂമിയെ കണക്കാക്കപ്പെടുന്നത്. 5.5 കോടി വർഷം പഴക്കമുണ്ടെന്നാണ് വിവരം. ഇവിടെ നിന്ന് കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ മുൻപും കണ്ടെത്തിയിട്ടുണ്ട്. 3 രാജ്യങ്ങളിലായി 81,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തെ ഏറ്റവും ഊഷരമായ മേഖലകളിലൊന്നാണിത്. തദ്ദേശീയമായ നാമഭാഷയിൽ നമീബ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്നുമില്ല എന്നാണ്. വേനൽക്കാലത്ത് 45 ഡിഗ്രി വരെ ചൂട് ഉയരുന്ന ഇവിടെ രാത്രി വെള്ളം ഐസാകുന്ന തണുപ്പാണ്. ജീവയോഗ്യമല്ലാത്ത സാഹചര്യങ്ങളാണ് ഇവിടെയുള്ളതെങ്കിലും ഓറിക്സ്, ചീറ്റ, കഴുതപ്പുലി, സീബ്ര, ഒട്ടകപ്പക്ഷി തുടങ്ങിയ ചില ജീവികൾ ഇവിടെ അധിവസിക്കുന്നുണ്ട്. ഇതുപോലുള്ള വീഡിയോ കാണുവാൻ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. Thanks for watching. It's me Vinish signing off.